UDF സർക്കാരിന്റെ കാലത്തെ ബന്ധുനിയമനത്തിൽ വിജിലൻസ് അന്വേഷണത്തിനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയടക്കം 10 പേർക്കെതിരെയാണ് അന്വേഷണത്തിന് ഉത്തരവ്. പരാതിക്കാരൻ ഹാഫിസ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഹാഫിസ് തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട്. ഹാഫിസ്, ഇവിടെ അതായത് ഇത്ര കൂട്ടം പരാതികൾ, 14ഓളം പരാതികളാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് വരുന്നത്. ഇതിലൊക്കെയും കഴമ്പൂർ ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയ കോടതിക്ക് ബോധ്യപ്പെടുന്നു എങ്കിൽ അത്രത്തോളം അതിന് ആധികാരികത നൽകുന്ന തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യും. ആ അന്വേഷണ ദിശയിൽ അന്വേഷണ ഏജൻസിക്ക് സമർപ്പിക്കാൻ തക്ക തരത്തിലുള്ള എന്തൊക്കെ എവിഡൻസ് ആണ് താങ്കളുടെ പക്കലുള്ളത്? SR 600 2011 കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഇറക്കിയ ഒരു അസാധാരണ ഗസറ്റ്. ആ അസാധാരണ ഗസറ്റിലൂടെയാണ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധുവിന് നിയമനം നൽകിക്കൊണ്ട് ഇവർ തുടക്കമിടുന്നത്. അതുതന്നെയാണ് ആദ്യത്തെ രേഖ. അതുപോലെ തന്നെ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ യുവജനക്ഷേമ ബോർഡിൻ്റെ ഈ 11/1943/2014 YWC എന്ന് പറഞ്ഞ ഉത്തരവാണ്. ആ ഉത്തരവിലാണ് M. വിൻസെൻ്റ് MLA ഭാര്യയ്ക്ക് ചട്ടം മറികടന്നുകൊണ്ട് 5 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നൽകിയിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് രേഖകൾ ബഹുമാനപ്പെട്ട കോടതി ഞാൻ എഴുതി കൊടുത്ത 2 പേപ്പർ വായിച്ചിട്ട് അന്വേഷണത്തിന് ഉത്തരവായത്. കഴിഞ്ഞ 3 മാസമായി നിരന്തരം അഭിഭാഷകരെ പോലും ഒഴിവാക്കി കോടതി ഞാൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പ് വാദം പറയുകയായിരുന്നു. എൻ്റെ വാദം അല്ലെങ്കിൽ കോടതി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കിയതിനു ശേഷം മാത്രമാണ് ഇത്തരമൊരു അന്വേഷണം നടത്താൻ എൻക്വയറി കമ്മീഷൻ ആൻഡ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സ്പെഷ്യൽ വിജിലൻസ് ജഡ്ജി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതുപോലെ PK ജയലക്ഷ്മിയുടെ ഗൺമാൻ്റെ ഭാര്യയ്ക്ക് പോലും അവിടെ അനധികൃതമായി 5 വർഷത്തേക്ക് നിയമനം കൊടുത്തിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിലേക്ക് 50 കോടി രൂപയോളം കൊള്ളയടിച്ചുകൊണ്ട് പോയത് കൂടാതെയാണ് അവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമം നടത്തിയിരിക്കുന്നത്. അതും യാതൊരുവിധ അർഹതയുമില്ലാതെ PSCയെ പോലെ നോക്കുകുത്തി ആക്കിക്കൊണ്ട് നടത്തിയ ഈ നിയമനങ്ങൾ ഈ 10-14 നിയമനങ്ങളല്ല, ആയിരക്കണക്കിന് നിയമനങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് MLA-മാരുടെ ബന്ധുക്കൾക്കും മന്ത്രിമാരുടെ ബന്ധുക്കൾക്കും ഡ്രൈവർക്കും ഗൺമാൻ്റെ ഭാര്യയ്ക്കും ഒക്കെ ആയിട്ട് നൽകിയ നിയമനങ്ങൾ, അതെല്ലാം തീർച്ചയായിട്ടും അതിൻ്റെ തെളിവുകൾ ഈ കേസിൻ്റെ തന്നെ അന്വേഷണ മധ്യ വിജിലൻസിന് മുന്നിൽ ഹാജരാക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അതായത് യോഗ്യത സംബന്ധിച്ച്, കാരണം പലരും ഒരു രാഷ്ട്രീയ നിയമനമാണെങ്കിൽ കൂടിയും പല തസ്തികകളിലും വീണ്ടും അല്ലെങ്കിൽ തുടരേണ്ട ഒരു സാഹചര്യം കോടതിക്ക് പോലും ബോധ്യമുണ്ട്. കാരണം യോഗ്യത ഉള്ളവരാണെങ്കിൽ തൽസ്ഥാനത്ത് തുടരുക, അത് സ്വാഭാവികമായും കോടതിക്ക് അത്തരത്തിൽ നോക്കിക്കാണാൻ കഴിയും. ഇവിടെ എന്താണ് വളരെ ആശ്ചര്യം തോന്നുന്ന തരത്തിലേക്ക് ആണോ ഈ പരിചയസമ്പന്നത, എക്സ്പീരിയൻസ് ഒപ്പം തന്നെ യോഗ്യതയൊക്കെ നിരീക്ഷിച്ചാൽ ഗൗരവം അല്ലെങ്കിൽ ഒരു ആശ്ചര്യം തോന്നുന്നുണ്ടോ ഇക്കാര്യത്തിൽ? ആശ്ചര്യമല്ല, ഇതിനകത്ത് തോന്നുന്നത് അറപ്പാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗവൺമെൻറ് ഈ ഭരണം അവരുടെ സാമ്രാജ്യമാക്കി മാറ്റി, നിയമങ്ങളും ആക്റ്റുകളൊക്കെ നോക്കൂത്തുകളാക്കി മാറ്റി, ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളിടത്ത് നിയമിച്ചു. ഇന്നലെ തന്നെ മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞാൻ തന്നെ കൊടുത്തൊരു കേസിലൊരു വിധിയുണ്ടായി. ഡേവിഡ് ലാലി എന്ന് പറയുന്നൊരു തടവുള്ളി 2 വർഷത്തേക്ക് സുപ്രീം കോടതി ശിക്ഷിച്ചതാണ്. ഒരു ദിവസം പോലും ജയിലിൽ കിടത്താതെ അയാളെ ഉമ്മൻചാണ്ടി തുറന്നു വിട്ടു, 1 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട്. അതിൻ്റെ തെളിവ് ഞാൻ കോടതിയിൽ ഹാജരാക്കി. ഉമ്മൻചാണ്ടിക്കുള്ള അധികാരമില്ല എന്ന് ആദ്യം എൻ്റെ ഹർജിയിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കമാൽ പാഷ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ഇന്നലെ മിനിഞ്ഞാന്ന് ഈ കേസ് പരിഗണിച്ച ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്, ആ ബെഞ്ചും പറഞ്ഞു മുഖ്യമന്ത്രി അല്ല ക്യാബിനറ്റ് എന്ന്. അത് ഈ നിയമനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിയമനത്തിൻ്റെ കാര്യത്തിൽ അന്വേഷണം വരുന്നു. ഈ തടവുപുള്ളിയെ തുറന്നുവിട്ട കേസിൽ 6-ാം തീയതി ഇതേ വിജിലൻസ് കോടതിയിൽ എൻ്റെ ഹർജി പരിഗണനയ്ക്ക് കിടക്കുകയാണ്. ഒരു കാര്യം EP ജയരാജനെ മാതൃകയാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് തൻ്റെ സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് ഹർജിക്കാരനായ എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇക്കാര്യത്തിൽ ഒരു നൈതികതയുടെ അംശത്തിലേക്ക് വന്നാൽ EP ജയരാജനെതിരെ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് ആ യോഗ്യത, താങ്കൾ അതാണ് സൂചിപ്പിക്കുന്നത്. താങ്കൾ ഒരു രാഷ്ട്രീയ തലത്തിൽ നിന്നുകൂടി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ താങ്കൾ ആവശ്യപ്പെട്ടത് EP ജയരാജനെ ക്രൂശിക്കുന്ന ആളുകൾ അവരുടെ പക്ഷം കൂടി അല്ലെങ്കിൽ സ്വന്തം നിലപാട് കൂടി ഒന്ന് പരിശോധിക്കണം. ആ അർത്ഥത്തിലാണ് താങ്കൾ ഹർജി നൽകിയത് എന്ന് പറയുന്നു. ആ അർത്ഥത്തിൽ കോടതി അതിനുള്ള ഒരു വാതിൽ കൂടി, മെറിറ്റിലേക്ക് അല്ലെങ്കിൽ അന്വേഷണ വിധേയമായ ഒരു വാതിൽ കൂടി തുറക്കുമ്പോൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് UDF മാറുകയാണോ? പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അന്നൊക്കെ കീ പോസ്റ്റുകളിൽ നിന്ന മന്ത്രിമാരടക്കം ഇത്തരം ഒരു ആരോപണത്തിലേക്ക് വരികയാണെങ്കിൽ? ഇല്ല, ഈ വിധി വന്നിട്ട് 1 മണിക്കൂറാകുന്നു. 11:04 ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സ്പെഷ്യൽ വിജിലൻസ് കോടതി വിധി പറഞ്ഞു. ഇപ്പോൾ 12:05 ഒരൊറ്റ UDF നേതാക്കന്മാർ, കേരളത്തിലെ ഈ കൈരളി പീപ്പിൾ അടക്കമുള്ള മുഴുവൻ മലയാളം ചാനലുകൾ ഇതേ സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. ഒരൊറ്റ UDF നേതാവ് പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ധൈര്യത്തോടെ പ്രതികരിക്കാൻ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ ഈ കോടതിയുടെ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരാണെന്നുള്ള കോടതിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനം രാജിവെക്കണം. പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്ക് ഒഴിഞ്ഞ് അന്വേഷണം നേരിടാൻ EP ജയരാജൻ്റെ മാതൃക സ്വീകരിക്കണം. തയ്യാറുണ്ടോ? അത് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്.
യെസ്, അതായത് ഇനി അന്വേഷണ ഏജൻസിക്ക് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കുമോ? കാരണം റിപ്പോർട്ട് ഒരു സമയക്രമത്തിനകം സമർപ്പിക്കാൻ കൂടി കോടതി പറഞ്ഞ സാഹചര്യത്തിൽ വ്യക്തമായും എവിഡൻസ് കോടതിക്ക് അന്വേഷണ ഏജൻസിക്ക് വലിയ നൂലാമാലകളില്ലാതെ ഇതിന്റെ തെളിവ് സമർപ്പിക്കാൻ കഴിയും. അതിനുള്ള എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്. ഇനി അത് നോക്കി എന്റെ മൊഴിയെടുക്കുക, ആരോപണ വിധേയരുടെ മൊഴിയെടുക്കുക. ഇതിലേത് അവിടെ അനൂപ് ജേക്കബിന്റെ സഹോദരി അടക്കം കുടുംബാംഗങ്ങൾ അടക്കമുണ്ട്. എം വിൻസെന്റ് എം എൽ എയുടെ ഭാര്യ, ജി കാർത്തികേയന്റെ ഭാര്യയുടെ നിയമനം, ഇതിലൊക്കെ പെട്ടെന്ന് തന്നെ അന്വേഷണ ഏജൻസിക്ക് ബോധ്യപ്പെടാവുന്ന തരത്തിലുള്ള ഒരു പിഴവ് ഇവർ വരുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സെൽവരാജ് XMLയുടെ മോള് കാല് മാറി LDF UDF പോയപ്പോൾ മകൾക്ക് അവിടെ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് മാനേജറുടെ നിയമനം കൊടുത്തു. യോഗ്യതയില്ല, തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ശ്രീ ഹാഫിസ്, നിയമനങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള നിയമനം ഒരുപക്ഷെ UDFന്റെ കാലത്ത് LDFന്റെ കാലത്തൊക്കെ അതൊക്കെ തന്നെ വിമർശന വിധേയമാവുകയും ആക്കുകയും അതേസമയം നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ച വാഴക്കൻ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി എന്ന തലത്തിൽ EP ജയരാജനെതിരെ അവരുടെ പാർട്ടി നടപടി സ്വീകരിക്കുന്നു. ഇനി അത് നിയമതലത്തിലേക്ക് അതിൻ്റെ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ അർത്ഥത്തിൽ UDFന്റെ കാലത്തും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നു. അന്നൊക്കെ എടുത്ത സമീപനങ്ങൾ, ആ സമീപനങ്ങൾ കൂടി ഇന്നൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അല്ല, ഞാൻ EP ജയരാജൻ്റെ കാര്യവും പരിഗണിച്ചു. EP രാജൻ്റെ ഞാൻ പരിശോധിച്ചപ്പോൾ EP ജയരാജൻ ചെയ്തത് റിയാബ് നൽകിയ ലിസ്റ്റിൽ നിന്നുള്ള ഒരാളെ നിയമിക്കാൻ തീരുമാനമെടുക്കുക. നിയമിച്ചിട്ടില്ല, അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തില്ല. ഇത് നിയമനം നടത്തി സർക്കാരിൻ്റെ ശമ്പളവും ആനുകൂല്യങ്ങളും കൈപ്പറ്റി. അവിടെയാണ് ഗുരുതരമായ ഒരവസ്ഥ. അത്രത്തോളം അതുകൊണ്ട് തന്നെ വലിയൊരു ബാധ്യത പ്രതിപക്ഷ നേതാവിനടക്കം വരികയാണോ മറുപടിക്ക്, നിയമം മറ്റു തലത്തിൽ നീങ്ങുമ്പോഴും? തീർച്ചയായിട്ടും. അനൂപ് ജേക്കബിൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ വിജിലൻസ് ഓൾറെഡി പണം മുഴുവൻ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയുടെ മുന്നിൽ മണിമേഖല എന്ന് പറഞ്ഞ സ്ത്രീ കൊടുത്ത ഹർജിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഇതുവരെ ആ നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല. ഇതൊക്കെ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല, കോടതി ബാധകമല്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളപ്പം ജയിലിൽ നിന്ന് തുറന്നുകൂടാ, ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളപ്പോൾ നിയമിക്കാം. ആ രീതിയിലേക്ക് UDF പോയിരിക്കുന്നു. ഞങ്ങൾക്ക് ശേഷം പ്രളയം എന്നവർ കരുതി. ഇപ്പോൾ ഒരു ജനകീയ ഗവൺമെൻറ് അധികാരത്തിലുണ്ട്, പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത വിജിലൻസ് ഈ രാജ്യത്ത് നിയമം പരിശോധിക്കുന്നുണ്ട്. അന്വേഷണം നടക്കട്ടെ, അതാണ് എൻ്റെ നിലപാട്. വളരെ നന്ദി ശ്രീ ഹാഫിസ്, സ്റ്റുഡിയോയിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചതിന്. വിജിലൻസ് ഡയറക്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ടും ഇന്ന് കോടതിയിൽ നിന്നും വളരെ സുപ്രധാനമായ നിരീക്ഷണം കൂടി ഉണ്ടായിരിക്കുന്നു. ശങ്കർ റെഡ്ഡിക്ക് സ്ഥാനക്കയറ്റം നൽകിയത് UDF സർക്കാരിന് വിജിലൻസ് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ശങ്കർ റെഡ്ഡിക്ക് DGP സ്ഥാനക്കയറ്റം നൽകിയത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമെന്നാണ് വിജിലൻസ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ MR സജീഷ് നൽകും. സജീഷ്, എന്താണ് കോടതി ഉയർത്തുന്ന ചോദ്യങ്ങൾ, പരാമർശങ്ങൾ? സജീഷ്, ശങ്കർ റെഡ്ഡിക്ക് DGP ആയി സ്ഥാനക്കയറ്റം നൽകി കേഡർ തസ്തിക നൽകിയത് നിയമലംഘനമാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. നിലവിലുള്ള നിയമങ്ങളുടെയും സുപ്രീം കോടതി ഉത്തരവുകളുടെയും ലംഘനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാരിന് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന നളിനി നെറ്റോ നൽകിയ കുറിപ്പും സർക്കാർ പരിഗണിച്ചില്ല. ഈ കുറിപ്പ് മറികടന്നുകൊണ്ട് മന്ത്രിസഭാ യോഗം ചേർന്ന് ശങ്കർ റെഡ്ഡി ഉൾപ്പെടെ 4 പേർക്ക് അഡീഷണൽ DGP തസ്തിക നൽകുകയായിരുന്നു. ഇത് നിയമലംഘനമാണ്. 8 കേഡർ തസ്തികകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയച്ചിരുന്നു. എന്നാൽ കേന്ദ്രം ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയുന്നതിന് മുമ്പ് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായി. ഇത് നിയമലംഘനമല്ലേ എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചു. എന്നാൽ അഡീഷണൽ DGPമാരെ സൃഷ്ടിക്കുക വഴി സാമ്പത്തിക നഷ്ടം സർക്കാരിന് ഉണ്ടായിട്ടില്ലെന്ന വാദമാണ് വിജിലൻസ് ഉന്നയിച്ചത്. എന്നാൽ ADGPയുടെയും DGPയുടെയും ശമ്പളം തുല്യമാണോ എന്ന മറുചോദ്യം ഈ ഘട്ടത്തിൽ കോടതി ചോദിച്ചു. വലിയ വിമർശനമാണ് കോടതി ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ അന്തിമ ഉത്തരവ് ഉണ്ടായിട്ടില്ല. അന്തിമ ഉത്തരവിന് വേണ്ടി ജനുവരി 30 കേസ് മാറ്റിയിരിക്കുകയാണ്. സജീഷാണ് വിവരങ്ങൾ നൽകിയത്.